എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ED വീണ്ടും റെയ്ഡുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് റെയ്ഡ് പുരോഗമിക്കുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലാണ് റെയ്ഡ് പുരോഗമിക്കുന്നത്. വിവരങ്ങളുമായി TS ഹരീഷൻ അവിടെ നിന്നും തുടരുന്നുണ്ട്. ഹരീഷൻ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, റെയ്ഡ് പുരോഗമിക്കുകയാണ്. നല്ല മഴയാണ് ഈ ബേക്കറി ജംഗ്ഷനിൽ. അപ്പോൾ ഈ മഴയത്തും സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ആരെയും തന്നെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, പിണറായി വിജയൻ്റെ ഗൺമാൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ മതിലിന് പുറത്താണ്. അതായത് ഈ റോഡിൻ്റെ ഈ ഭാഗത്താണ് അവരെല്ലാം ആരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. ആകെ അകത്തേക്ക് പ്രവേശിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ആ പരിസരത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്ത 1-2 ഡോക്ടർമാരുണ്ടായിരുന്നു. അവരെ അകത്തേക്ക് കയറി വാഹനങ്ങൾ പുറത്തേക്ക് വിടാൻ മാത്രമാണ് പ്രവേശിപ്പിച്ചത്. മറ്റാരെയും തന്നെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥർ വീടിന് ചുറ്റും നിൽപ്പുണ്ട്. ആരെയും തന്നെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ ഈ മതിലിന് പുറത്താണ്. കേരള പോലീസിൻ്റെ ഒരു വലിയൊരു ടീം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒപ്പം തന്നെ എനിക്ക് തോന്നുന്ന എയർ ക്യാമ്പിൽ നിന്നായിരിക്കും കുറച്ച് പോലീസുകാരെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അവർ ഈ വീടിന് പുറത്തെ വീടിൻ്റെ പരിസരത്തു നിന്ന് പുറത്തുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നമുക്ക് അറിയാൻ കഴിയുന്നത് അകത്ത് പിണറായി വിജയൻ്റെയും വീണ വിജയൻ്റെയും ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുകയാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. അതായത് കേസുമായി ബന്ധപ്പെട്ട് എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പിണറായി വിജയനോടും ഒപ്പം തന്നെ വീണ വിജയനോടും അന്വേഷണ സംഘം ചോദിച്ചറിയുകയാണ്. അവരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് എന്നുള്ളതാണ് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. അത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പരിശോധനയ്ക്കൊപ്പം റെയ്ഡിനൊപ്പം തന്നെ അവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതും മറ്റു കാര്യങ്ങളുമൊക്കെ ചോദിച്ചറിയുകയാണ് പിണറായി വിജയനോടും ഒപ്പം തന്നെ വീണ വിജയനോടും. ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസിൻ്റെ മറ്റു വിശദാംശങ്ങൾ ചോദിച്ചറിയുകയാണ് അന്വേഷണ സംഘം ചെയ്യുന്നത്. ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം ഈ നടപടികൾ വേഗത്തിലാക്കി ഇന്ന് രാവിലെ 6 മണിയോടുകൂടി പിണറായി വിജയൻ്റെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലേക്ക് എത്തിയത്. റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 3 മണിക്കൂർ ആകാൻ പോവുകയാണ് റെയ്ഡ് തുടങ്ങിയിട്ട്. ശരി, TS ഹരീഷാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. 3 മണിക്കൂറോളം ആകുന്നു റെയ്ഡ് ആരംഭിച്ചിട്ട്. രാവിലെ 6 മണിക്കാണ് റെയ്ഡ് തുടങ്ങിയത്. സമയം ഇപ്പോൾ 8:55 ആയിരിക്കുന്നു.